മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ ഫെമ നിയമം ലംഘിച്ചു എന്നായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. ഇതിൽ അന്തിമ റിപ്പോർട്ട് 3 മാസം മുമ്പ് ചെന്നൈയിലെ എഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ ഇഡി നോട്ടീസ് നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി എ.ടി. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനമെന്ന് ഇഡി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ ധനമന്ത്രിക്കും ഈ കിഫ്ബി ഉദ്യോഗസ്ഥർക്കെല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയിലേക്കും കൂടി ഈ കാര്യങ്ങൾ എത്തുമ്പോൾ അത് നിർണായകമല്ലേ? ഗോപിക, തീർച്ചയായും ഈ വിഷയത്തിൽ ഈ മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും വ്യാപിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ ആയിരുന്ന കെ.എം. എബ്രഹാമിനും ഇവർക്ക് 3 പേർക്കുമാണ് നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസിന് മറുപടി നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകർ മുഖേനയോ ഇഡിയെ അറിയിക്കാം എന്നതാണ് ഇതിന്റെ വ്യവസ്ഥ. അതുകൊണ്ട് അവർക്ക് ഈ നോട്ടീസിന് മറുപടി നൽകാം, അല്ലെങ്കിൽ ഇവർക്ക് ഹൈക്കോടതിയോ മേൽക്കോടതികളെയോ സമീപിക്കാം. അങ്ങനെയാണ് 3-3.5 വർഷത്തെ ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടികൾ എന്നോണമാണ് ഇപ്പോൾ ഈ 3 പേർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ 2019 മസാല ബോണ്ട് ഇറക്കുന്നത്. 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കുകയും 2150 കോടി രൂപ സമാഹരിക്കുകയുമാണ് ചെയ്തത്. അത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന കിഫ്ബി അതിനായിട്ടുള്ളതാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആ പണം ചെലവാക്കി എന്നതാണ്. പക്ഷേ അങ്ങനെ പണം ചെലവാക്കാൻ സാധിക്കില്ല. വിദേശ നാണ്യ വിനിമയ ചട്ടം, അതായത് ഫെമ നിയമം അനുസരിച്ച് അത്തരത്തിൽ പണം ചെലവഴിക്കാൻ സാധിക്കില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. നേരത്തെ തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള ധനമന്ത്രി തോമസ് ഐസക്കിന് കിഫ്ബി 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് താനിപ്പോൾ ധനമന്ത്രി അല്ല എന്ന കാരണമാണ് പ്രധാനമായും ഉയർത്തി കാണിച്ചിരുന്നത്. അങ്ങനെയാണ് അത് പോയത്. പക്ഷേ 2019 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കണമെന്ന തീരുമാനമെടുത്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കും നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ അവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകർ മുഖേനയോ ഇതിന് മറുപടി നൽകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എങ്ങനെ വേണമെങ്കിലും മറുപടി നൽകാം. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3.5 വർഷത്തിന് ശേഷം 2020-21 കാലഘട്ടങ്ങളിലാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. 3.5 വർഷത്തിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഗോപിക, നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ എഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ഇഡി ഇപ്പോൾ ഈ പരാതി സമർപ്പിച്ചിട്ടുള്ളത്. അതായത് 3 മാസം മുമ്പേയൊക്കെ അന്വേഷണം തുടങ്ങിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. നേരത്തെ ധനമന്ത്രിക്ക് എതിരെ ഇതിനായി പരാതി നൽകിയിരുന്നു ഇഡി. ഇപ്പോൾ ഈ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് ഈ തുക വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇഡി പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും അതിൽ ഇത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ മസാല ബോണ്ട് ഇറക്കുകയും പണം സമാഹരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അവിടെ നിന്ന് സമാഹരിക്കുന്ന തുകയായതുകൊണ്ട് വിദേശ നാണ്യ വിനിമയ ചട്ടം, അതായത് ഫെമ നിയമത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. അതിലെ ചില ചട്ടങ്ങൾ ലംഘിച്ചു എന്നതാണ് നിലവിൽ ഇഡിയുടെ കണ്ടെത്തൽ. അത് നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ അന്വേഷണങ്ങളാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി ഉള്ളത് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നതുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആരാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്നുള്ളത് ഒരുപക്ഷെ ഡൽഹിയിലുള്ള ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കാം ഇതിൻ്റെ അന്വേഷണം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിട്ട് വരിക. കാരണം 2 കോടി വരെയുള്ള ക്രമക്കേടുകൾ ആണ് എന്നുണ്ടെങ്കിൽ അത് അസിസ്റ്റന്റ് ഡയറക്ടർ, അതിന് മുകളിലാണെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിട്ട് വരിക. അപ്പോൾ ഇത് ഒരു പക്ഷേ ഡൽഹിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കായിരിക്കും ഈ കേസ് ഇനി ഉണ്ടാവുക. കാരണം അങ്ങോട്ടായിരിക്കും ഒരു പക്ഷേ ഈ കേസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇതിൽ നിലവിൽ 2 പേരുടെയും, അതായത് ഈ നോട്ടീസ് നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെയും ഒപ്പം തന്നെ ഇഡി ഉദ്യോഗസ്ഥരും 2 പേരുടെയും ഭാഗങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇഡി എന്തായാലും കടക്കുക. അങ്ങനെ മറുപടി നൽകാനുള്ള ഒരു നോട്ടീസാണ് നിലവിൽ അയച്ചിരിക്കുന്നത്. ഗോപിക, ഇനി ഈ കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമോ? എന്തായിരിക്കും? കാരണം മുഖ്യമന്ത്രിയും കൂടി ഇപ്പോൾ
വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഫെമ ചട്ടലംഘനം പ്രകാരം ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനിയുള്ള തുടർ നീക്കങ്ങൾ? നിലവിൽ നേരത്തെ തന്നെ സമാനമായ രീതിയിൽ തോമസ് ഐസക്കിനൊക്കെ സമൻസ് അയച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ തോമസ് ഐസക്കിനും കെ എം എബ്രഹാമിനടക്കമുള്ള ആളുകൾക്ക് കോടതിയെ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ സമീപിക്കാം. അങ്ങനെ പോകാനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ നോട്ടീസിൻ്റെ കാരണം വ്യക്തമാക്കി കൊണ്ട് അഭിഭാഷകൻ മുഖേനയോ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. അങ്ങനെ ഈ നോട്ടീസിന് മറുപടി നൽകുക, ഇതാണ് ഏറ്റവും അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. അങ്ങനെയായിരിക്കും ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഇതിൻ്റെ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത് പോലെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് ഇ ഡിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു നടപടി എന്ന് പറയുന്നത്. അതിലേക്ക് കടക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ടുപേരുടെയും ഒരു വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷമായിരിക്കും ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കടക്കുക. എന്തായാലും ഇതൊരു ആദ്യത്തെ റിപ്പോർട്ട് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ആദ്യത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ മസാല ബോണ്ട് ഇറക്കുന്ന അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം മുഖ്യമന്ത്രിക്ക് കൂടി ഈ ഘട്ടത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത്. എന്തായാലും ഈ രണ്ട് കൂട്ടരുടെയും വാദങ്ങൾ അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു തുടർ നടപടികൾ ഉണ്ടാവുക. അത് മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകർ മുഖേനയോ ആ കാരണം ബോധിപ്പിക്കാവുന്നതാണ്. ഗോപിക.